അത് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗിഫ്റ്റൊക്കെ ആയിരുന്നു, ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടി. ഈ പ്രസ്തീജ് ഡീറ്റെയിൽസിൽ പ്രസ്തീയുടെ ഗിഫ്റ്റ് ക്യൂട്ട്, വെരി ഗുഡ് ടീച്ചിങ് ഇൻ ദ വേൾഡ്. ഓക്കെ ഗൈസ്, കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് മൈ വീഡിയോ. ഹേ ഡേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പ്രസ്തീജ് ഡീറ്റെയിൽസ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് എ ബിഗ് കാര്യം. വലിയൊരു അൺബോക്സിങ് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഈ ബർത്ത്ഡേക്ക്, ഇത് എൻ്റെ 20th ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റെല്ലാം ഭയങ്കര സൂപ്പർ അടിപൊളി ഗിഫ്റ്റൊക്കെ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അതൊക്കെ ആദ്യം നോക്കാം. ആദ്യം നമുക്ക് പപ്പയുടെ അമ്മയുടെ ഗിഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പപ്പയുടെ അമ്മയുടെ തുടങ്ങാം. ഇതാ ഈ സ്ട്രൈപ്പ് ഷർട്ട്. ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ ഷർട്ട്. ഏതാ കമ്പനി? ലഗോസ്റ്റയാ, ഈ മുതലയുടെ കമ്പനിയേ. അപ്പം ഈ ഒരു ഷർട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇത് ഇട്ടില്ല, ഇടണം. പിന്നെ നമ്മുടെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഉടുപ്പാണ്. ഇത് അമ്മയുടെ ഗിഫ്റ്റ്. ഇത് ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. അപ്പം ആദ്യമേ കോളേജിലിട്ട്, പിന്നെ 2-3 ഇട്ട്, അപ്പം പള്ളിയിലും കൂടെ ഇടുമ്പം അത് റെഡിയാവും. വേറൊരു കാണിച്ചുതരാം. ഇതിവിടുത്തെ ഉത്സവത്തിന് വാങ്ങിച്ച ബലൂണാട്ടോ, സൈഡിൽ പറന്ന് വന്നപ്പോൾ ഞാൻ എടുത്തത്. അപ്പം അത് 2 ഗിഫ്റ്റ്. പിന്നെ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, അമ്മ മേടിച്ചു തന്നെയാണ്. ഇവിടെ മാരാമൻ കൺവെൻഷൻ അറിയാവോ, അവിടെ പോയപ്പോൾ ഒരു ചെരുപ്പ് കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ എന്നും ഇടണ്ടേ, അപ്പോൾ ഇതൊക്കെ മതി. അപ്പം ആ ഒരു ചെരുപ്പും കൂടെ. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റാണ് ഗൈസ്, ഏറ്റവും സ്പെഷ്യൽ. ഞാൻ ഈ യൂട്യൂബിലെ ലോങ് വീഡിയോ ഇടാത്ത കാരണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും ദൂരത്ത് ഇരിക്കുന്നതൊക്കെ ഈ ഒരു ഗിഫ്റ്റ് കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കണം. അപ്പം ഞാൻ ഷോർട്സൊക്കെ ഇടാറുണ്ട്. ഷോർട്സ് ഇടുമ്പോഴത്തേക്കും അത് ഏതെങ്കിലും റൂമിലോ, ഇടുങ്ങിയ റൂമിലോ അടച്ചിട്ടിട്ട്, ഡോറൊക്കെ അടച്ചിട്ടിട്ടായിരിക്കും വോയിസ് ഓവർ കൊടുക്കുക, എന്നാൽ നമുക്ക് അത്രയും സൗണ്ട് കിട്ടും. ഇപ്പം ആ പ്രശ്നമുള്ള ഗോയ്സ്, നമ്മുടെ പ്രസ്തി എനിക്ക് തന്ന ഗിഫ്റ്റാണിത്, ഈ മൈക്ക്. ഞാൻ റീൽസും എടുക്കും കേട്ടോ. ആ സമയത്തൊക്കെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ പറയും, എടേ നമുക്കൊരു മൈക്ക് വാങ്ങിക്കണം, സൗണ്ട് ഒട്ടും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പം ഞങ്ങൾ പിന്നായിട്ട് വിചാരിച്ചിരുന്ന് ഇത് ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടി ഗൈസ്. ആ മൈക്കാണ് ഈ മൈക്ക്. ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റൊക്കെയാന്ന് തോന്നുന്നു ഞാൻ വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ കിട്ടുമോ എനിക്കറിയത്തില്ല. എന്തുവായാലും ഗിഫ്റ്റ് അല്ലേ ഗൈസ്. ഇത് തന്നെ ഭയങ്കര, ഈ ബർത്ത്ഡേയുടെ ഏറ്റവും സൂപ്പറാക്കിയത് ഈ ഗിഫ്റ്റാണ് ഗൈസ്. എൻ്റെ പ്രസ്സില. അപ്പോൾ പ്രസ്സില പറഞ്ഞതെന്ന് വെച്ചാൽ മൈക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനി വീഡിയോ ചെയ്താൽ മാത്രം മതി എന്നാണ് പ്രസ്സില പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും അങ്ങനെ. അപ്പോൾ പ്രസ്സിലയുടെയാണ് ഈ മൈക്ക്. ഇത് ഇവിടെ വെച്ച് സംസാരിക്കാം, നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കാം. ഇതിൻ്റെ അകത്ത് ഇതുമുണ്ട്, ഈ സംഭവമുണ്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നത് സത്യം അങ്ങനെ കേട്ടോ. അപ്പം അതാണ് മൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. വെലോ മാക്സ് എന്ന് പറയുന്ന മൈക്കാണ്, സൂപ്പർ മൈക്ക്, സൂപ്പർ ഗിഫ്റ്റ്, ബർത്ത്ഡേ സൂപ്പർ ഗിഫ്റ്റ്. അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ കസിൻ ഓക്കറിയാം, എനിക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിക്കറുകൾ എന്ന് വെച്ചാൽ എനിക്കൊരു ബുക്കുണ്ട്, ബൈബിൾ വേർഡ്സൊക്കെ എഴുതുന്ന കുറച്ച് ബുക്കാണ്, അങ്ങനത്തെ ഒരു ബുക്ക്. അപ്പം ഇതിനകത്ത് ഒട്ടിക്കാനായിട്ട് എനിക്ക് ഈ സ്റ്റിക്കർ തന്നു. ഈ സ്റ്റിക്കറുകൾ എനിക്കിഷ്ടമാണെന്ന് നമുക്കറിയാം കേട്ടോ, ഇങ്ങനത്തെ സ്റ്റിക്കറുകളായി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ അതാണ് അവളുടെ ഗിഫ്റ്റ്. കുഞ്ഞല്ലേ, ക്യൂട്ട് ഗിഫ്റ്റ്. ഓക്കെ. അങ്ങനെ അടുത്ത ഗിഫ്റ്റ് നമുക്ക് അച്ചാച്ചന്മാരുടെ ഗിഫ്റ്റ്. എൻ്റെ 2 അച്ചാച്ചന്മാരുണ്ട്, എബിന ചേച്ചി, ഫെബിന ചേച്ചി. അവരുടെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. അവരുടെ ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ്, യു മെൽറ്റ് മൈ ഹാർട്ട്. എൻ്റെ ഈ ഡയറി മിൽക്ക്, പിന്നെ ഈ വേഫർ ഞാൻ കഴിച്ചു കഴിഞ്ഞ്, കാരണം മുട്ടായൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഈ വേഫറിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു കളിപ്പാട്ടം. അപ്പം ദാണ്ട് ഈ ഒരു ഗിഫ്റ്റ്, ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നേ കേട്ടോ, ഇത് കഴിക്കണം അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാച്ചന്മാരെന്ന ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ട്യൂഷൻ കൊച്ചുന്ന ഗിഫ്റ്റ്. അതിൻ്റെ അകത്ത് ഞാൻ വീട് പോയി ഗായ്സ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേ തലേന്ന് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട്
വിഷൊക്കെ ചെയ്ത് അങ്ങനെ അഡ്വാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബർത്ത്ഡേയുടെ അന്ന് വന്നിട്ട് ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ആ ചോദിച്ചോ. ചേച്ചിയുടെ ബർത്ത്ഡേ എന്നാ? ഇന്നാണോ ഇന്നലെയായിരുന്നോ? ഞാൻ പറഞ്ഞു ഇന്ന്. എനിക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡാഡി ഗിഫ്റ്റ് എടുത്തോണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ. ഇതിൻ്റെ അകത്ത് 3-4 മഞ്ച് പിന്നെ വേറെ 2 മുട്ടയൊക്കെ ഉണ്ടായിരുന്നേ. മുട്ടയൊക്കെ ഞാൻ നേരത്തെ തിന്നു. ഇതിൻ്റെ അകത്തൊരു കത്തുണ്ട്. പിന്നെ ഓളും ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് വേണ്ടേ. പിന്നെ ഈ ഒരു ഇത് കൊച്ചാണെങ്കിൽ നല്ല വലിയ മനസ്സ് തന്നെ കേട്ടോ, വലിയ മനസ്സാണ് ഈ ഒരിത്. കത്ത് നമുക്ക് വായിക്കാം. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയേക്കുന്നത്. മൈ ട്യൂഷൻ ടീച്ചർ നെയിം ഈസ് ലിഡി. മൈ ഫേവറേറ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്യൂട്ട്. വെരി ഗുഡ് ടീച്ചിങ് ഇൻ ദ വേൾഡ്. ഐ ലവ് മൈ ട്യൂഷൻ ടീച്ചർ. ഐ ലവ് യു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. ആ കേട്ടോ, കത്തൊക്കെ എഴുതിക്കൊണ്ട് വരും പാവം. അപ്പോൾ ഇതാണ് ഈ ഗിഫ്റ്റുകളിലെ ഏറ്റവും ക്യൂട്ടി ഗിഫ്റ്റ്, ഏറ്റവും കുഞ്ഞു കുട്ടികളുടെ ഗിഫ്റ്റ്. ഓക്കെ ഗൈസ്, കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് മൈ വീഡിയോ. ലാസ്റ്റ് ഗിഫ്റ്റ് ഇതെൻ്റെ ചേട്ടൻ തന്നതാണ്. ചേട്ടൻ അത് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ റീൽസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഹെൽമെറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ ഹെൽമെറ്റാണ് യൂസ് ആയിക്കൊണ്ടിരുന്നത്. അവൻ്റെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവൻ സ്ഥിരത്തോടെ തന്നെ ഞാൻ ആ വീഡിയോ ഇവിടെ ഇടാം, എനിക്ക് സർപ്രൈസ് തരുന്ന വീഡിയോ. ബർത്ത്ഡേ ആയിട്ട് ചൊറിയാനായിട്ട് ഒന്നും കിട്ടിയില്ല. പാവ മേരി ഇത്ര നാള് ലിസയുണ്ട്. ഒരു ഗിഫ്റ്റും ഇല്ല. ഞാനിപ്പോ വണ്ടി എങ്ങനെ കളർ മാറ്റി മോഡിഫൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കളർ മാറ്റി ഇഷ്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. സമ്മാനം മാത്രം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. സമ്മാനമൊന്നുമില്ല, സ്നേഹം മാത്രം. ഹാപ്പി ബർത്ത്ഡേ. പൊട്ടിക്കടേ, ഇത് നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാ. ഹാപ്പി ബർത്ത്ഡേ. മതി പോയോ. അതൊന്നും ഇവിടെ വേണ്ട. പോ. ക്യാമറ റോളിംഗ്. കട്ട്. ഇനിയിപ്പോ കൊറേ കരച്ചിൽ ഇതൊക്കെ കാണും കേട്ടോ, നോക്കിക്കോണേ. അങ്ങനെ സാധാരണ ചേട്ടൻ ഉടായിപ്പ 2 വർഷമായിട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും തരില്ല. ഒരു കിളിക്കാൻ പെട്ടി തന്ന്, പിന്നെ കേക്ക് മുറിക്കുന്ന ഒരു പാത്രമൊക്കെ മുറിപ്പിച്ച് അങ്ങനത്തെ ഉള്ള. അപ്പം ഞാൻ വിചാരിച്ച് ഈ വർഷം ഗിഫ്റ്റൊന്നും കാണത്തില്ലെന്ന്. പിന്നെയാണ് ഗൈസ് ഞാൻ പെട്ടുപടിച്ച് വന്നപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഗൈസ്, സൂപ്പർ ഹെൽമെറ്റ്. ഇത് ബുള്ളറ്റിൻ്റെ കൂടെ വെച്ചോണ്ട് പോകാൻ ഇവിടെ റോയൽ എൻഫീൽഡ് സെറ്റല്ലേ. ഭയങ്കര സ്നേഹമാണ് ചേട്ടൻ എന്നോട്. അപ്പം ഇതാണ് ഏറ്റവും സൂപ്പർ ഗിഫ്റ്റ്. എല്ലാ ഗിഫ്റ്റും സൂപ്പറാണ്, ഇത് സൂപ്പർ ഗിഫ്റ്റാണ്. പിന്നെ അതുകൂടാതെ കണ്ട് ഒരു കീ ചെയിൻ തന്നിട്ടുണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ ഈ കീ ചെയിൻ കണ്ടോ. അത് ഞാൻ എൻ്റെ ബുള്ളറ്റിൻ്റെ താക്കോലി ഇട്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഈ ഗിഫ്റ്റ് തന്നത് ഇതെല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാം ഞാൻ ഇവിടെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓരോ വർഷം ഈ പ്രസ്സില വേണ്ടുന്ന ഗിഫ്റ്റുകൾ, ആഗ്രഹിക്കുന്ന ഗിഫ്റ്റുകൾ തന്ന് നമ്മളെ ഇമോഷണലാക്കും. ഞാൻ നേരത്തെ വേണം വാങ്ങിക്കണേടെ നമുക്കെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ബർത്ത്ഡേ നമ്മൾ കറക്റ്റ് സമയത്ത് പ്രസ്സിൽ തരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരെയും എൻ്റെ ഈ വീഡിയോ ഒക്കെ അങ്ങ് കാണിക്കുക ഗൈസ്. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഇത്രയൊക്കെ പറയാറത്തുള്ളൂ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.